ഈശോയിൽ സ്നേഹമുള്ളവരെ, പുതുപ്പാടി വിൻസെൻഷ്യൻ ധ്യാന കേന്ദ്രത്തിൽ നിന്നും ഏവർക്കും പ്രാർത്ഥനാശംസകൾ. ജൂബിലാത്തെ വചനവിരുന്നിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വിശ്വാസ ജീവിതത്തിൽ നിരവധി പരീക്ഷകളും ഉണ്ടാവുക സ്വാഭാവികമാണ്. ഈ വിശ്വാസ ജീവിതത്തിലെ പരീക്ഷണങ്ങളിലും പ്രലോഭനങ്ങളിലും നമ്മളെ സഹായിക്കുവാൻ, നമ്മളെ മനസ്സിലാക്കി സഹായിക്കുവാൻ ആരെങ്കിലും ഉണ്ടാവുക എന്നുള്ളത് വളരെ ആശ്വാസപ്രദവുമാണ്. കാരണം ഒരു പരീക്ഷയിലൂടെ കടന്നു പോകുന്ന വ്യക്തിക്കാണ് ആ വ്യക്തിക്ക് ആ സമയത്ത് കിട്ടുന്ന ആശ്വാസത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും വില എത്രയധികമുണ്ടെന്നും എത്ര പ്രാധാന്യമുള്ളതെന്നും മനസ്സിലാക്കുക. ഇവിടെ ലൂക്കായുടെ സുവിശേഷം 22-ാം അധ്യായത്തിൽ 31-32 തിരുവചനങ്ങൾ നമ്മളിങ്ങനെ വായിക്കുകയാണ്. യേശു ശിമിയോൻ പത്രോസിനോട് പറയുകയാണ്, ശിമിയോൻ ശിമിയോൻ, ഇതാ സാത്താൻ നിങ്ങളെ ഗോതമ്പ് പോലെ പാറ്റാൻ ഉദ്യമിച്ചു. എന്നാൽ നിന്റെ വിശ്വാസം ക്ഷയിക്കാതിരിക്കുവാൻ ഞാൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. നീ തിരിച്ചു വന്ന് നിന്റെ സഹോദരരെ ശക്തിപ്പെടുത്തണം. സ്നേഹമുള്ളവരെ, യേശു പത്രോസ്ലീഹയ്ക്ക് മുന്നറിയിപ്പ് നൽകുകയാണ്. നിന്നെ പരീക്ഷിക്കുന്നുണ്ട്, പിശാച് നിന്നെ പലവിധത്തിൽ പരീക്ഷിക്കുന്നുണ്ട്. അതുകൊണ്ട് ഈ പരീക്ഷണത്തിൽ നീ വീണു പോകരുത്. നിനക്ക് വേണ്ടി നിന്റെ വിശ്വാസം ക്ഷയിക്കാതിരിക്കുവാൻ ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട് എന്ന് ഈശോ പത്രോസിനോട് പറയുകയാണ്. അതോടൊപ്പം ഈശോ പത്രോസിന് ശിമിയോന് നൽകുന്നൊരു ഉറപ്പ്, തീർച്ചയായിട്ടും ഞാൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് കൊണ്ട് നീ ആ വിശ്വാസത്തിനെതിരായിട്ടുള്ള പരീക്ഷണത്തിൽ നിന്ന് നീ രക്ഷപ്പെടും. അപ്പോൾ നീ തിരിച്ചു ചെന്ന് നിനക്കൊരു ദൗത്യമുണ്ട്. നിൻ്റെ സഹോദരന്മാരെ, ഇതുപോലെ സങ്കടപ്പെടുന്ന, വേദനിച്ചിരിക്കുന്ന, മനസ്സ് തളർന്നിരിക്കുന്ന സഹോദരങ്ങളെ നീ പോയി സഹായിക്കണമെന്ന് കർത്താവ് പത്രോസ്ലീഹായോട് പറയുകയാണ്. സ്നേഹമുള്ളവരെ, വിശ്വാസ ജീവിതത്തിൻ്റെ ഭാഗമാണ് ഈ പരീക്ഷണങ്ങളും എന്ന് പറയുന്നത്. പത്രോസിൻ്റെ ജീവിതത്തിൽ ഈശോ ഒത്തിരിയേറെ അനുഗ്രഹങ്ങൾ നൽകി. ജീവിതത്തിൽ യേശുവിന് 12 ശിഷ്യന്മാരുണ്ടായിരുന്നെങ്കിൽ പോലും ഈശോ ചെയ്ത പല പ്രധാനപ്പെട്ട കാര്യങ്ങളിലും അവസരങ്ങളിലും പത്രോസിന് കൂടെ നിൽക്കുവാൻ ഈശോ അവസരം നൽകിയിരുന്നു. പത്രോസ്, യാക്കോബ്, യോഹന്നാൻ, ഇവർ 3 പേര് പ്രത്യേകം തിരഞ്ഞെടുക്കുന്നതും അവർ മാത്രമായിട്ടും പല കാര്യങ്ങൾക്കായിട്ട് ഈശോ പോകുന്നതും നമ്മൾ സുവിശേഷങ്ങളിൽ വായിക്കുന്നുണ്ട്. നമുക്കറിയാം, ഒരിക്കൽ ജായറോസിൻ്റെ മകൾക്ക് ജീവൻ കൊടുക്കുന്ന അവസരത്തിൽ യേശുവിൻ്റെ കൂടെ പത്രോസും യാക്കോബും യോഹന്നാനും മാത്രമാണ്. ബാക്കിയുള്ള ശിഷ്യന്മാരെ യേശുവിൻ്റെ കൂടെ യേശു ആ സമയത്ത് നിർത്തുന്നില്ല. പിന്നീട് ഒരിക്കൽ താബോർ മലയിൽ രൂപാന്തരീകരണത്തിൻ്റെ സമയം, അവിടെ നമ്മൾ വചനത്തിൽ വായിക്കുന്നുണ്ട്, ഈശോ പത്രോസ്, യാക്കോബ്, യോഹന്നാൻ എന്നിവരെ കൂട്ടിക്കൊണ്ട് ഒരു ഉയർന്ന മലയിലേക്ക് പോയി. അപ്പോഴും ഈശോ പത്രോസിനെ തിരഞ്ഞെടുക്കുന്നുണ്ട്. വീണ്ടും തിരുവചനത്തിലൂടെ യേശു വരാനിരിക്കുന്ന മിശിഹായാണെന്ന് ആദ്യമായിട്ട് പ്രഖ്യാപിച്ചത് പത്രോസാണ്. വിശ്വാസ പ്രഖ്യാപനം നടത്തുന്ന പത്രോസാണ്. അപ്പോൾ പത്രോസിൻ്റെ ജീവിതത്തിൽ വിശ്വാസ ജീവിതത്തിൽ ഒത്തിരി ഉയർച്ചകളുണ്ട്. പത്രോസിന് ഒത്തിരി കൃപകൾ കിട്ടുന്നുണ്ട്, അനുഗ്രഹം കിട്ടുന്നുണ്ട്. ഈശോയുടെ പ്രത്യേകമായിട്ടുള്ള ഒരു പരിപാലനം, അനുഗ്രഹങ്ങൾ പ്രത്യേകമായിട്ട് പത്രോസ്ലീഹയ്ക്ക് കിട്ടുന്നുണ്ട്. വാസ്തവത്തിൽ ഇതെല്ലാം പിശാചിൽ പത്രോസിനെതിരായിട്ട് ഒത്തിരി അസൂയയും ഒത്തിരി ചിന്തകളും ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ പിശാച് പലപ്പോഴും പത്രോസിനെ വീഴിക്കാൻ സാധിക്കുക, പത്രോസിനെ എവിടെയാണ് വീഴ്ത്താൻ സാധിക്കുക എന്ന് തക്കം പാർത്ത് നടക്കുകയാണ്. കാരണം കർത്താവിൽ നിന്ന് പത്രോസിന് കിട്ടുന്ന അനുഗ്രഹങ്ങൾ, പ്രത്യേക കൃപകൾ പിശാചിൽ അസൂയ ഉണർത്തിയിരുന്നു. അപ്പോൾ സ്നേഹമുള്ളവരെ, ഇവിടെയാണ് നമ്മൾ തിരിച്ചറിയേണ്ടത്. കർത്താവ് നമ്മളെ അനുഗ്രഹിക്കുമ്പോൾ, ദൈവകൃപയിൽ നമ്മളെ വളർത്തുമ്പോൾ, ആത്മീയമായിട്ട് നമുക്ക് വളർച്ചയുള്ളപ്പോൾ, ചിലപ്പോൾ ഭൗതികമായിട്ടും നമ്മൾ വളർന്നിരിക്കുന്ന സമയങ്ങളിൽ എല്ലാ കാര്യങ്ങളും നന്നായിട്ട് പോകുമ്പോൾ പിശാച് നമ്മളിൽ അസൂയ പൂണ്ട് വിശ്വാസ പരീക്ഷണത്തിനായിട്ട് മുതിരാം. ചിലപ്പോൾ നമ്മുടെ വിശ്വാസം നഷ്ടപ്പെടുത്തുവാനോ അല്ലെങ്കിൽ മറ്റുള്ള പ്രതിസന്ധികളിലൂടെ നമ്മളെ കൊണ്ടുപോകുവാനോ പിശാച് പരിശ്രമിക്കും. പത്രോസിൻ്റെ ജീവിതത്തിൽ ഈ പരീക്ഷണങ്ങൾ ഉണ്ടാകുന്നുണ്ട്. പത്രോസിനോട് ഈശോ പീഡാനുഭവത്തെക്കുറിച്ച്, വരാനിരിക്കുന്ന മരണത്തെക്കുറിച്ച്, സഹനങ്ങളെക്കുറിച്ച് ഒക്കെ പത്രോസിനോട് മുൻകൂട്ടി പറയുമ്പോൾ പത്രോസ് പറയുന്നുണ്ട്, നിനക്കത് സംഭവിക്കാതിരിക്കട്ടെ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഉടനെ തന്നെ ആ സമയത്ത് ഈശോ തിരിച്ചറിയുകയാണ്, ഇത് ദൈവത്തിൻ്റെ ആത്മാവ് നൽകുന്നൊരു ചിന്തയല്ല. അതുകൊണ്ട് ഉടനെ തന്നെ ഈശോ പറഞ്ഞു, സാത്താനെ ദൂരെ പോവുക. അപ്പോൾ ദൈവത്തിൽ നിന്ന് വരാത്ത
ദൈവത്തിൻ്റെ ആത്മാവിൽ നിന്ന് വരാത്തൊരു കാര്യം കണ്ടപ്പോൾ ഈശോ ഉടനെ തന്നെ പറഞ്ഞു, സാത്താനെ ദൂരെ പോവുക. വേറൊരു അവസരത്തിൽ ഈശോ ശിഷ്യന്മാരുടെ പാദങ്ങൾ കഴുകുന്ന സമയത്തിൽ പത്രോസ് പറയുന്നുണ്ട്, എൻ്റെ പാദങ്ങൾ നീ കഴുകരുതെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഈശോ പറയുന്നുണ്ട്, ഞാൻ നിൻ്റെ പാദങ്ങൾ കഴുകുന്നില്ലെന്ന് നിനക്ക് എന്നോട് കൂടെ പങ്കുണ്ടാകില്ല. അപ്പോൾ പത്രോസ് പറയുന്നത്, എൻ്റെ പാദങ്ങൾ മാത്രമല്ല എൻ്റെ കൈകളും ശരീരവും ഒക്കെ കഴുകണമേ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അവിടെയും അത് ദൈവത്തിൻ്റെ ആത്മാവിനാൽ നയിക്കപ്പെട്ടിട്ടല്ല പത്രോസ് സംസാരിച്ചിരുന്നത്. അപ്പോൾ ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, പത്രോസ് ഒത്തിരിയേറെ നല്ല ദൈവാനുഭവങ്ങളിലൂടെ കടന്നു പോകുമ്പോഴും ചില സമയങ്ങളിൽ പത്രോസിൽ തിന്മയുടെ ശക്തികൾ പത്രോസിനെ വീഴ്ത്താൻ പരിശ്രമിച്ചിരുന്നു, ദൈവചിന്തകളിൽ നിന്ന് മാറ്റിക്കൊണ്ടുപോയിരുന്നു. പത്രോസ് ലീഹായുടെ 1-ാം ലേഖനം 5-ാം അധ്യായം 8-ാം തിരുവചനത്തിൽ വചനം ഇപ്രകാരം പഠിപ്പിക്കുന്നുണ്ട്, നിങ്ങളുടെ ശത്രുവായ പിശാച് അലറുന്ന സിംഹത്തെ പോലെ ആരെ വിഴുങ്ങണമെന്ന് അന്വേഷിച്ചുകൊണ്ട് ചുറ്റി നടക്കുന്നു. നിങ്ങളുടെ ശത്രുവായ പിശാച് അലറുന്ന സിംഹത്തെ പോലെ ആരെ വിഴുങ്ങണമെന്ന് അന്വേഷിച്ചുകൊണ്ട് ചുറ്റി നടക്കുന്നു. അപ്പോൾ സ്നേഹമുള്ളവരെ, വിശ്വാസികളുടെ ജീവിതത്തിൽ, യേശുവിൻ്റെ ശിഷ്യന്മാരുടെ ജീവിതത്തിൽ പരീക്ഷണങ്ങൾ ഉണ്ടായെങ്കിൽ, എന്തിനേറെ ഈശോയുടെ ജീവിതത്തിൽ പോലും പിശാചിൻ്റെ പരീക്ഷണങ്ങൾ ഉണ്ടായെങ്കിൽ, ഇന്ന് ഈ ലോകത്തിൽ ജീവിക്കുന്ന ഓരോ മകൻ്റെയും മകളുടെയും ജീവിതത്തിൽ പരീക്ഷണങ്ങൾ ഉണ്ടാകാം, പ്രലോഭനങ്ങൾ ഉണ്ടാകാം. അത് വിശ്വാസ ജീവിതത്തിൻ്റെ ഭാഗമാണെന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. അത് നമ്മൾ തിരിച്ചറിഞ്ഞ് നമ്മളൊരു വലിയ സത്യം മനസ്സിലാക്കേണ്ടത്, പത്രോസിൻ്റെ വിശ്വാസം ക്ഷയിക്കാതിരിക്കുവാൻ പ്രാർത്ഥിച്ചതാരാണ്? പത്രോസിൻ്റെ വിശ്വാസം ക്ഷയിക്കാതിരിക്കുവാൻ പ്രാർത്ഥിച്ചത് ഈശോയാണ്. ഈശോ പത്രോസിൻ്റെ വിശ്വാസം ക്ഷയിക്കാതിരിക്കാൻ പ്രാർത്ഥിച്ചു. പത്രോസിന് ഈശോയുടെ അനുഗ്രഹം ലഭിച്ചു, ദൈവസഹായം ലഭിച്ചു. നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ വിശ്വാസം ക്ഷയിക്കാതിരിക്കുവാൻ, വിശ്വാസത്തിനെതിരായിട്ടുള്ള പ്രതിസന്ധികളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ നമ്മളെ ശക്തിപ്പെടുത്തുന്ന, നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു ദൈവമുണ്ടെന്ന് നമ്മൾ തിരിച്ചറിയണം. സങ്കീർത്തനം 127-ൻ്റെ 1 മുതൽ 3 വരെയുള്ള തിരുവചനങ്ങളിൽ ഇപ്രകാരം നമ്മൾ വായിക്കുന്നു, കർത്താവ് എൻ്റെ പ്രകാശവും രക്ഷയുമാണ്, ഞാൻ ആരെ ഭയപ്പെടണം? കർത്താവ് എൻ്റെ ജീവിതത്തിൻ്റെ കോട്ടയാണ്, ഞാൻ ആരെ പേടിക്കണം? എതിരാളികളും ശത്രുക്കളുമായ ദുർവൃത്തർ ദുരാരോപണങ്ങളുമായി എന്നെ ആക്രമിക്കുമ്പോൾ അവർ തന്നെ കാലിടറി വീഴും. ഒരു സൈന്യം തന്നെ എനിക്കെതിരെ പാളയമടിച്ചാലും എൻ്റെ ഹൃദയം ഭയമറിയുകയില്ല. എനിക്കെതിരെ യുദ്ധമുണ്ടായാലും ഞാൻ ആത്മധൈര്യം വെടിയുകയില്ല. അപ്പോൾ സങ്കീർത്തകൻ പറയുന്ന കാര്യം ഇതാണ്, എന്തൊക്കെ സംഭവിച്ചാലും ഞാൻ ഭയമറിയുകയില്ല. അതിന് കാരണം ഇതാണ്, എൻ്റെ കർത്താവ്, എൻ്റെ ദൈവം എൻ്റെ പ്രകാശമാണ്, എൻ്റെ രക്ഷയാണ്, ഞാൻ ആരെ ഭയപ്പെടണം? അപ്പോൾ സ്നേഹമുള്ളവരെ, ഈ സങ്കീർത്തകൻ്റെ ഈ വിശ്വാസവും സങ്കീർത്തകൻ്റെ ബോധ്യവും നമുക്ക് ആവശ്യമാണ്. വിശ്വാസ ജീവിതത്തിൽ, നമ്മുടെ ജീവിതത്തിലും പരീക്ഷണങ്ങൾ ഉണ്ടാകുമ്പോൾ, ചിലപ്പോൾ പ്രാർത്ഥിക്കാൻ തോന്നാത്ത അവസ്ഥയുണ്ടാകുമ്പോൾ, ചിലപ്പോൾ പ്രാർത്ഥനയിൽ നിന്ന് നമ്മൾ അകന്നു പോകുമ്പോൾ, ചിലപ്പോൾ ഒത്തിരി നിരാശ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ നമ്മൾ ഓർക്കണം, ദൈവത്തിൽ ആശ്രയിക്കണം. എന്നെ സഹായിക്കുന്ന ഒരു ദൈവമുണ്ട്, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നൊരു കർത്താവുണ്ട് എന്നുള്ള കാര്യം നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. സ്നേഹമുള്ളവരെ, ഇന്നത്തെ ഈ ലോകത്തിൽ പ്രത്യേകമായിട്ട് നമ്മൾ ജീവിക്കുമ്പോൾ അവിടെ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ പ്രാർത്ഥനയും നമ്മുടെ വിശ്വാസവും ഒക്കെ കുറഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. മത്തായിയുടെ സുവിശേഷം 24-ാം അധ്യായം 12-13 തിരുവചനങ്ങൾ നമ്മളിങ്ങനെ വായിക്കുന്നു, അധർമ്മം വർദ്ധിക്കുന്നതിനാൽ പലരുടെയും സ്നേഹം തണുത്തു പോകും, എന്നാൽ അവസാനം വരെ സഹിച്ചു നിൽക്കുന്നവർ രക്ഷിക്കപ്പെടും. അപ്പോൾ ഇപ്പോഴത്തെ കാലത്തിൻ്റെ, ഈ കാലഘട്ടത്തിൻ്റെ ഒരു പ്രത്യേകത ഇതാണ്, ഒത്തിരിയേറെ അധർമ്മം ഈ ലോകത്തിൽ വർദ്ധിച്ചു വരുന്നുണ്ട്. അതായത് നമ്മൾ നോക്കിയാൽ സോഷ്യൽ മീഡിയയിലൂടെയും അതോടൊപ്പം മയക്കുമരുന്ന്, ലഹരി വസ്തുക്കൾ, ഒത്തിരിയേറെ ആധുനികമായിട്ടുള്ള സുഖാന്വേഷണങ്ങളുടെ മാർഗങ്ങൾ, അങ്ങനെ ഒത്തിരിയേറെ എവിടെ തിരിഞ്ഞാലും ഒത്തിരിയേറെ അധർമ്മം. അതോടൊപ്പം തന്നെ പെട്ടെന്ന് പണം സമ്പാദിക്കാനുള്ള വഴികൾ തേടുന്നവർ, പണം സമ്പാദിക്കാനായിട്ട് ഏത് തരത്തിലുള്ള മ്ലേച്ഛമായ പ്രവൃത്തികളും ചെയ്യാൻ തയ്യാറാകുന്നവർ, അങ്ങനെ കൈക്കൂലി വാങ്ങുന്നവർ, അങ്ങനെ ഒത്തിരിയേറെ അധർമ്മം ഈ ലോകത്തിൽ വർദ്ധിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. കർത്താവിൻ്റെ വചനം പറയാണ്, അധർമ്മം വർദ്ധിക്കുന്നിടത്ത് പലരുടെയും സ്നേഹം തണുത്തു പോകും. അങ്ങനെയാണ് നമുക്ക് ചുറ്റുപാടുമുള്ള ലോകത്തിൽ വരുന്ന മാറ്റങ്ങൾ അനുസരിച്ച് നമ്മുടെ ജീവിതത്തിലും ദൈവസ്നേഹം കുറഞ്ഞു പോകാം, പ്രാർത്ഥിക്കാനുള്ള താല്പര്യം കുറഞ്ഞു പോകാം, ദേവാലയത്തിൽ പോകാനുള്ള താല്പര്യം കുറഞ്ഞു. ഈ അടുത്ത നാളുകളിലൊക്കെ ആയിട്ട് പല മാതാപിതാക്കളും പറയാറുള്ള ഒരു സങ്കടമാണ്, മക്കൾ കുടുംബ പ്രാർത്ഥനയിൽ പങ്കുചേരുന്നില്ല, അല്ലെങ്കിൽ
ചിലപ്പോൾ മാതാപിതാക്കൾ പറയുന്നു, മക്കളോട് പള്ളിയിൽ കുർബാനയ്ക്ക്, വിശുദ്ധ കുർബാനയ്ക്ക് പോകാൻ പറഞ്ഞാൽ അവർ പോകുന്നില്ല, എന്തിനാണ് പോകുന്നത് എന്ന് ചോദിക്കുന്നു. അങ്ങനെ ഒത്തിരിയേറെ ഈ ലോകത്തിൽ ഒത്തിരിയേറെ അധർമ്മം വർദ്ധിക്കുന്നതനുസരിച്ച് മനുഷ്യൻ്റെ ചിന്താഗതികൾ മാറ്റം വരുന്നുണ്ട്. പ്രത്യേകിച്ച് യുവതി യുവാക്കളുടെയും കുട്ടികളുടെയും ഒക്കെ ചിന്താഗതികൾ മാറ്റം വരുന്നുണ്ട്. പലരുടെയും സ്നേഹം നഷ്ടപ്പെട്ടു പോകുന്നുണ്ട്, വിശ്വാസം കുറഞ്ഞു പോകുന്നുണ്ട്. ഇവിടെ നമ്മൾ കർത്താവിൻ്റെ ശക്തിയിൽ ആശ്രയിക്കേണ്ടതുണ്ട്. 1 തിമോത്തി 2:5 വചനം പഠിപ്പിക്കുകയാണ്, നമ്മുടെ മധ്യസ്ഥനായിട്ട് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന, പത്രോസിന് വേണ്ടി പ്രാർത്ഥിച്ച ഈശോ തന്നെയാണ്. ആകയാൽ അവിടെ വചനം പറയുകയാണ്, എന്തെന്നാൽ ഒരു ദൈവമേ ഉള്ളൂ, ദൈവത്തിനും മനുഷ്യർക്കും മധ്യസ്ഥനായ ഒരുവനേ ഉള്ളൂ, മനുഷ്യനായ യേശു ക്രിസ്തു. വീണ്ടും ഹെബ്രായർക്ക് എഴുതിയ ലേഖനം 13-ാം അധ്യായം 5-ാം തിരുവചനത്തിൽ വചനം നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്, ഞാൻ നിന്നെ ഒരു വിധത്തിലും അവഗണിക്കുകയോ ഉപേക്ഷിക്കുകയില്ല. അപ്പോൾ കർത്താവ് നമ്മുടെ ജീവിതത്തിൻ്റെ പ്രതിസന്ധികളിൽ നമ്മളെ അവഗണിക്കുകയോ ഉപേക്ഷിക്കുകയില്ല എന്ന് വചനം പഠിപ്പിക്കുകയാണ്. വീണ്ടും മത്തായിയുടെ സുവിശേഷം 28-ാം അധ്യായം 20-ാം തിരുവചനത്തിൽ വചനം പഠിപ്പിക്കുകയാണ്, യുഗാന്തം വരെ ഞാൻ നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കും. ഇപ്പോൾ സ്നേഹമുള്ളവരെ, പത്രോസിൻ്റെ പരീക്ഷണങ്ങളെക്കുറിച്ച് ഈശോ നേരത്തെ തന്നെ പത്രോസിന് മുന്നറിയിപ്പ് കൊടുത്തു. മുന്നറിയിപ്പ് കൊടുക്കുക മാത്രമല്ല, പത്രോസിന് വേണ്ടി ഈശോ പ്രാർത്ഥിച്ചു വിശ്വാസം ക്ഷയിക്കാതിരിക്കാൻ. പത്രോസ് ആ പ്രതിസന്ധിയിൽ നിന്ന് കരകയറി. അങ്ങനെ കരകയറുന്നവരുടെ പ്രത്യേകമായ ദൗത്യമാണ് മറ്റുള്ളവരുടെ അരികിൽ പോവുക, അവർക്ക് ഈ സ്നേഹവും ഈ വിശ്വാസത്തിലുള്ള കൃപയും പങ്കുവയ്ക്കുക എന്നുള്ളത്. അതിനുവേണ്ടി നമുക്കും പരിശ്രമിക്കാം. തുടർന്നുള്ള ആരാധനയിൽ ഈ കൃപ നമുക്ക് ഓരോരുത്തർക്കും ജീവിതത്തിൻ്റെ പരീക്ഷണങ്ങൾ ലഭിക്കുവാൻ വേണ്ടി പ്രാർത്ഥിക്കാം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആരാധന ആരാധന സ്തുതി ആരാധന 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 സ്തുതി ആരാധന ആരാധന പ്രഭാതത്തിലും ദോഷത്തിലും യേശുവിന് ആരാധന. പരിശുദ്ധാത്മാവേ അങ്ങേ ആരാധിക്കുന്നു, പരിശുദ്ധനെ അങ്ങേ ആരാധിക്കുന്നു, പരിശുദ്ധാത്മാവേ അങ്ങേ ആരാധിക്കുന്നു, പരിശുദ്ധനെ അങ്ങേ ആരാധിക്കുന്നു, നിത്യസ്നേഹമേ അങ്ങേ ആരാധിക്കുന്നു, വഴികാട്ടിയേ അങ്ങേ ആരാധിക്കുന്നു. ആരാധന ആരാധന സ്തുതി ആരാധന ആരാധന. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ആരാധന, മഹത്വം 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 മഹത്വം. യേശുവേ നന്ദി 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 നന്ദി. സ്തുതി 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 സ്തുതി. യേശുവേ ആരാധന, മഹത്വം 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 മഹത്വം. ഹല്ലേലൂയ ഹല്ലേലൂയ. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഞങ്ങളെ അനുഗ്രഹിക്കുന്ന പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഞങ്ങളെ അനുഗ്രഹിക്കുന്ന പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നാം വിളിച്ചപേക്ഷിക്കുമ്പോഴൊക്കെ നമ്മുടെ ദൈവമായ കർത്താവ് സമീപസ്ഥനായിരിക്കുന്നത് പോലെ ദൈവം ഇത്ര അടുത്തുള്ള വേറെ ഏത് ശ്രേഷ്ഠ ജനതയാണുള്ളതെന്ന് വചനം ചോദിക്കുന്നത് പോലെ നമ്മുടെ തൊട്ടടുത്ത ഈശോയുണ്ട്. നാം വിളിച്ചപേക്ഷിക്കുന്നതെല്ലാം കേട്ടുകൊണ്ട് നമ്മളെ അനുഗ്രഹിച്ചുകൊണ്ട് ഈശോ നമ്മുടെ അരികിലുണ്ട്. ഈശോയ്ക്ക് നമുക്ക് നന്ദി പറയാം. ഈശോയുടെ സാന്നിധ്യത്തെ പ്രതി, ഈശോയുടെ സ്നേഹത്തെ പ്രതി, ഈശോ നമുക്ക് വേണ്ടി ചെയ്ത കാര്യങ്ങളെ പ്രതി നമുക്ക് ഈശോയ്ക്ക് നന്ദി പറയാം. സ്നേഹമുള്ളവരെ, ഇന്നത്തെ വചനത്തിലൂടെ കർത്താവ് നമ്മളെ ഓർമ്മിപ്പിക്കുകയായിരുന്നു. പത്രോസിനെ പരീക്ഷിക്കുന്ന പിശാചിനെയും ആ പരീക്ഷയിൽ പത്രോസ് വീണു പോകാതിരിക്കുവാൻ
പത്രോസിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഈശോയും നമ്മൾ ആ വചനത്തിൽ കണ്ടുമുട്ടുകയാണ്. ശിമിയോൻ ശിമിയോൻ, ഇതാ സാത്താൻ നിന്നെ ഗോതമ്പ് പോലെ പാറ്റാൻ ഉദ്യമിച്ചു, എന്നാൽ നിന്റെ വിശ്വാസം ക്ഷയിക്കാതിരിക്കുവാൻ ഞാൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. നീ തിരിച്ചു വന്ന് നിന്റെ സഹോദരരെ ശക്തിപ്പെടുത്തണം. അതെ, വിശ്വാസ ജീവിതത്തിൽ പരീക്ഷണങ്ങളുണ്ടാകും. എത്ര വലിയ വിശ്വാസികളാണെങ്കിലും എത്ര വലിയ ശിഷ്യരാണെങ്കിലും വിശ്വാസ ജീവിതത്തിൽ പരീക്ഷണങ്ങളുണ്ടാകും. പരീക്ഷണങ്ങൾ വിശ്വാസ ജീവിതത്തിൻ്റെ ഭാഗമാണ്. പക്ഷേ നമുക്ക് പ്രത്യാശ തരുന്ന വലിയൊരു കാര്യം, ഈശോ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കാനുണ്ട്, നമ്മളെ രക്ഷിക്കാനുണ്ട് എന്നുള്ളതാണ്. പത്രോസിൻ്റെ ജീവിതത്തിൽ വലിയ പരീക്ഷണങ്ങളുണ്ടായി. പത്രോസിനെ ഈശോ സ്നേഹിക്കുന്നതും പത്രോസിനെ ഈശോ വളർത്തുന്നതുമെല്ലാം പിശാച് നോട്ടമിട്ടിരുന്നു. അതുകൊണ്ട് തന്നെ അവൻ്റെ വിശ്വാസം ക്ഷയിപ്പിക്കുവാൻ പിശാച് പലവിധത്തിൽ പരിശ്രമിച്ചു. പക്ഷേ പത്രോസ്ലീഹായുടെ വിശ്വാസം ക്ഷയിക്കാതിരിക്കുവാൻ ഈശോ പത്രോസിന് വേണ്ടി പ്രാർത്ഥിച്ചു. സ്നേഹമുള്ളവരെ, നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ പലവിധത്തിലുള്ള പരീക്ഷണങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുന്നുണ്ട്. അവൾ വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുവാൻ ഈശോയുടെ സഹായം നമുക്ക് ലഭിക്കും. പരീക്ഷണങ്ങളിൽ നമ്മൾ തളരരുത്. ഈശോയിൽ ആശ്രയിക്കണം, ഈശോയോട് പ്രാർത്ഥിക്കണം. ഈശോ നമ്മളെ ശക്തിപ്പെടുത്തും, നമ്മളെ അനുഗ്രഹിക്കും. അതോടൊപ്പം പരീക്ഷണങ്ങൾ അതിജീവിച്ച് കഴിയുമ്പോൾ മറ്റുള്ളവരെ, പരീക്ഷകളിൽപ്പെട്ട് കഴിയുന്നവരെ നമ്മളെ സഹായിക്കണം, ശക്തിപ്പെടുത്തണമെന്ന് ഈശോ നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. ഈ പ്രാർത്ഥനാ നിയോഗങ്ങൾ ഈശോയുടെ കരങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് എല്ലാ പരീക്ഷണങ്ങളിലും ഈശോയോട് ചേർന്ന് അവയെ അതിജീവിക്കാനുള്ള ശക്തിക്ക് വേണ്ടി പ്രാർത്ഥിച്ച് നമുക്ക് ഈ ഗാനം ആലപിക്കാം. പരീക്ഷ എന്റെ ദൈവം അനുവദിച്ച പരിഹാരം എനിക്കായി കരുതിയിട്ടുണ്ട്. പരീക്ഷ എന്റെ ദൈവം അനുവദിച്ച പരിഹാരം എനിക്കായി കരുതിയിട്ടുണ്ട്. എന്തിനെന്ന് ചോദിക്കില്ല ഞാൻ, എന്റെ നന്മയ്ക്കാണെന്നറിയുന്നു ഞാൻ. എന്തിനെന്ന് ചോദിക്കില്ല ഞാൻ, എന്റെ നന്മയ്ക്കാണെന്നറിയുന്നു ഞാൻ. ഈശോയെ, ഈ ആരാധനയിൽ പങ്കെടുക്കുന്ന എല്ലാ മക്കളെ അനുഗ്രഹിക്കണം, എല്ലാ കുടുംബങ്ങളെ അനുഗ്രഹിക്കണം. കർത്താവിൻ്റെ ശക്തി എല്ലാവരിലേക്കും കടന്നു വരട്ടെ. എനിക്കായി കരുതുന്നവൻ, ഭാരങ്ങൾ വഹിക്കുന്നവൻ, എനിക്കായി കരുതുന്നവൻ, ഭാരങ്ങൾ വഹിക്കുന്നവൻ, എന്നെ കൈവിടാത്തവൻ, യേശുവൻ കൂടെയുണ്ട്. പരീക്ഷ എന്റെ ദൈവം അനുവദിച്ച പരിഹാരമെനിക്കായി കരുതിയിട്ടുണ്ട്. പരീക്ഷ എന്റെ ദൈവം അനുവദിച്ച പരിഹാരമെനിക്കായി കരുതിയിട്ടുണ്ട്. എന്തിനെന്ന് ചോദിക്കില്ല ഞാൻ, എന്റെ നന്മയ്ക്കാണെന്നറിയുന്നു ഞാൻ. എന്തിനെന്ന് ചോദിക്കില്ല ഞാൻ, എന്റെ നന്മയ്ക്കാണെന്നറിയുന്നു ഞാൻ. എല്ലാം സമർപ്പിക്കാം. എന്തിനെന്ന് ചോദിക്കില്ല, എല്ലാ സങ്കടങ്ങളും സമർപ്പിക്കാം. എന്റെ നന്മയ്ക്കാണെന്നറിയുന്നു, എല്ലാ ദുഃഖങ്ങളും സമർപ്പിക്കാം. എന്തിനെന്ന് ചോദിക്കില്ല ഞാൻ, എന്റെ നന്മയ്ക്കാണെന്നറിയുന്നു ഞാൻ. നന്ദി കർത്താവേ, ഹല്ലേലൂയ ഹല്ലേലൂയ. ശക്തിപ്പെടുത്തുന്ന ഈശോയെ നന്ദി. ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ ആരാധന, മഹത്വം മഹത്വം മഹത്വം. ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ ആരാധന ആരാധന. ഹല്ലേലൂയ ഹല്ലേലൂയ. മഹത്വം 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 കർത്താവേ. യേശുവേ ആരാധന ആരാധന ആരാധന. യേശുവേ ആരാധന, മഹത്വം 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 കർത്താവേ. യേശുവേ ആരാധന, മഹത്വം 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 കർത്താവേ. യേശുവേ ആരാധന, മഹത്വം 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 യേശുവേ. ഈശോയിൽ സ്നേഹമുള്ളവരെ, പരീക്ഷകളിലൂടെയും പരീക്ഷണങ്ങളിലൂടെയും കടന്നു പോകാത്ത ക്രൈസ്തവ വിശ്വാസികളില്ല. പക്ഷേ ഈ പരീക്ഷകളിലും പരീക്ഷണങ്ങളിലും
നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന, നമ്മളെ ശക്തിപ്പെടുത്തുന്ന കർത്താവ് നമ്മുടെ കൂടെയുണ്ട് എന്നുള്ള ബോധ്യത്തോടെ നമുക്ക് മുമ്പോട്ട് പോകാം. ഈശോയെ, ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കണമേ. ഞങ്ങളുടെ വിശ്വാസം ക്ഷയിക്കാതിരിക്കുവാൻ അങ്ങ് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. അതോടൊപ്പം മറ്റെല്ലാ പ്രാർത്ഥനാ നിയമങ്ങളും ഈശോയ്ക്ക് സമർപ്പിച്ച് ഈശോയുടെ ആശീർവാദം സ്വീകരിക്കുവാൻ നമുക്ക് പ്രാർത്ഥിച്ചൊരുങ്ങാം. പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും മർത്യനു നീ മോചനമേകി. സകലേശാ ദിവ്യ കടാക്ഷം തൂഗണമേ വത്സലസുതരിൽ. നിർമ്മലരായി ജീവിച്ചിടുവാൻ ചിന്തണമേ ദിവ്യവരങ്ങൾ. ആരാധന യേശുവേ, ആരാധന സ്തുതിയേശുവേ, ആരാധന സ്തുതിയേശുവേ, ആരാധന സ്തുതിയേശുവേ. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.